നബിയെ ഖുൽ ഇൻ കാന അബാഉക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ബാപ്പമാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഭാര്യമാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, സഹോദരങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഇനി മക്കളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, അങ്ങനെ വന്നു പോയാൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടേണ്ട പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് മക്കളോടല്ല സ്നേഹം വേണ്ടുന്നത്, ഭാര്യയോടല്ല സ്നേഹം വേണ്ടുന്നത്, കൂടപ്പുറപ്പുകളോടല്ല സ്നേഹം വേണ്ടുന്നത്. നീ എപ്പോഴോ എവിടെ വെച്ചോ വഴിയോരത്ത് വെച്ചോ കണ്ടുമുട്ടിയവർക്ക് വേണ്ടിയല്ല നിന്റെ സ്നേഹത്തിന്റെ പ്രപഞ്ചം നീ കൊടുക്കേണ്ടുന്നത്. അഹബ്ബ ഇലൈക്കും അല്ലാഹുവിനെയാ കൂടുതൽ സ്നേഹിക്കേണ്ടുന്നത്, വറസൂലി അല്ലാഹുവിന്റെ റസൂലിനെയാ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കേണ്ടുന്നത്. ഇവരെ സ്നേഹിക്കണ്ട എന്നല്ല പറയുന്നത്, ഭാര്യയോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, മക്കളോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, കൂട്ടുകാരോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, സഹോദരങ്ങളോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ മാലകൾ അത് കടന്നു വരേണ്ടുന്നത് ആർക്കാണെന്നറിയോ? താജ്ദാറേ മദീന, താജ്ദാറേ മദീന, ആദരവായ നബിയുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ഒന്ന് അല്ലാഹുവിനാണ്, രണ്ട് റസൂലുള്ളാഹിക്കാണ്. വലിയ വിഷയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് അല്ലാഹുവിനാണ്. എങ്ങനെ അല്ലാഹുവിനോടുള്ള സ്നേഹം? നിസ്കരിക്കുക കറക്റ്റ് സമയത്ത്. വലിയ വിഷയം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് ചുരുക്കി പറയാം. നിസ്കരിക്കുക കറക്റ്റ് സമയത്തിന്. ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര ആൾക്കാരുണ്ടാകും, എത്ര ആളുകൾ ഉണ്ടാവും കറക്റ്റ് നിസ്കരിച്ചവർ? കൈവെക്കാൻ പറഞ്ഞ കൈ ഉണ്ടാവൂല, കാലുണ്ടാവില്ല അല്ലെ? അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മക്കളോടും പഠിപ്പിക്കുക, നിങ്ങൾ നിസ്കരിക്കണം. ആരാ പഠിപ്പിക്കുക? ആദരവായി നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ കേൾക്കണം, ഇല്ലെങ്കിൽ അവസാനം വണ്ടിമേൽ ഉണ്ടാക്കരുത് നിങ്ങൾ. ഏതുപോലെ അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ മക്കളോടും എന്ത് പഠിപ്പിക്കണം? നിസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച് ഒക്കെ പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ മക്കളോട് പറഞ്ഞാല് നമ്മുടെ മക്കളുടെ കഥ അറിയാമല്ലോ. ഇവിടെ വാ മോനെ എന്ന് പറഞ്ഞാൽ നീ പോടാ വാപ്പ എന്ന് പറഞ്ഞ കൂട്ടത്തിലെ നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒന്ന് പറയാ എന്തൊരു മടി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മക്കളോട് സ്നേഹം വേണ്ട നമുക്ക്, അപ്പോഴേ ആമീൻ വരുവുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. പണ്ടൊരു ഉസ്താദിന്റെ മുമ്പിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഇതെന്റെ മകനാണ്, ഈ പകയന്റെ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ അംഗീകരിക്കൂല, കേൾക്കൂല, അതുകൊണ്ട് ഉസ്താദ് ഇവനെ ഒന്ന് പറഞ്ഞു ഉഷാറാക്കി തരണം. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന വേണ്ട, ധൈര്യമായി പൊക്കോളി, സ്കൂൾ അടവിന്റെ സമയമാണ്, ഇവനെ ഉഷാറാക്കി തരുന്നവര് ഞാൻ ഏറ്റു. യാ അല്ലാഹ്. അങ്ങനെ കുട്ടിയെ കൊണ്ട് നാക്കി ഉസ്താദിന്റെ മുമ്പിൽ. ഉസ്താദ് വിളിച്ചു, മോനെ നീ നല്ലതുപോലെ നിസ്കരിച്ച് നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത് സദഖയൊക്കെ ചെയ്താൽ സ്കൂളടവന്റെ സമയമാണല്ലോ, സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ നിനക്ക് നല്ലൊരു ബൈക്ക് മേടിച്ചു തരും. കുട്ടിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ മക്കളായാലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ കുട്ടി പറഞ്ഞു ആയിക്കോട്ടെ ഉസ്താദ് എന്ന് പറഞ്ഞു. ഉസ്താദ് നോക്കുമ്പോ കുട്ടി നിസ്കാരം. യാ അല്ലാഹ്, ഉസ്താദിന് പോലുമില്ല ഇമാതിരി നിസ്കാരം. കുട്ടി നിസ്കാരം തന്നെ നിസ്കാരം. ഉസ്താദ് എപ്പോ നോക്കുന്നോ അപ്പോഴൊക്കെ കുട്ടി നിസ്കാരം. സ്കൂള് തുറക്കുന്നതിന്റെ തലേ ദിവസം കുട്ടി വന്നു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട്, ഉസ്താദെ നാളെ സ്കൂള് തുറക്കാൻ ബൈക്ക് റെഡിയല്ലേ? അപ്പോ ഉസ്താദ് ഹാ ഹൂ ഹി എന്നൊക്കെ ആക്കി കാണിച്ചു കൊടുത്തു. അല്ലെ ചോദിച്ചു, എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കിയത്? നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാ നിസ്കാരവും നിസ്കരിച്ച് എനിക്ക് ബൈക്ക് ഓടിച്ചരാന്ന്? അതേ മോനെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടല്ലേ നീ ഈ കണ്ട നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചത്, പിന്നെ എന്തിനാടാ നിനക്ക് ബൈക്ക്? അപ്പൊ കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ ഉസ്താദെ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദെ
അപ്പൊ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് എനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇത്രയും നാൾ ഞാനും നിങ്ങളെ നല്ല പോലത്തിൽ പറ്റിക്കുമായിരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അന്തം വിട്ടിട്ട് ചോദിച്ചു, മോനെ നീ എന്നെ പറ്റിച്ചു? അതേ ഉസ്താദെ, ഞാൻ നിങ്ങളെ പറ്റിച്ചു. എങ്ങനാടാ നീ എന്നെ പറ്റിച്ചത്? ഉസ്താദെ, ഞാൻ ഈ കണ്ട ഇശാഉം ളുഹറും അസറും മഗ്രിബും സുബ്ഹിയും ഒക്കെ നിസ്കരിച്ച്, പക്ഷേ ഒരൊറ്റ വഖത്ത് നിസ്കാരത്തിന്റെ പോലെ വുളു എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുത്തിട്ടില്ല. ഇതാ നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ മക്കളോട് ഒന്നും മിണ്ടാൻ പറ്റില്ല. പാവപ്പെട്ട ഒരു അമ്മണി ടീച്ചറിന്റെ മുമ്പിൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ബാപ്പാന്റെ ബാപ്പ മരിച്ചു, ഉമ്മാന്റെ ഉമ്മ മരിച്ചു, അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു, ഫുള്ള് മരിപ്പാൻ. അവസാനം പറഞ്ഞു, മോനെ ഇന്ന് ആരും മരിക്കാനില്ല, എല്ലാരും നീ വല്ലാണ്ട് മരിപ്പിച്ചേക്കാൻ, ഇന്ന് എന്നെ കൊടുന്ന് മുങ്ങാൻ പറ്റൂല. അപ്പൊ കുട്ടി ചിന്തിച്ചു. നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയാണ്. കുട്ടി പെട്ടെന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇന്നിപ്പോ എന്റെ പള്ളിയിലെ ഹൗലാൻ. അമ്മണി ടീച്ചറിന് എന്ത് ഹൗല്? സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ കുട്ടിക്ക് പിന്നെ ഈ ടീച്ചറിന് സംശയം തട്ടിയിട്ട് ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. ഉമ്മാന്റെ ഫോൺ നമ്പർ കൊടുത്തു, വിളിച്ചു. എന്താ വിളിച്ചിട്ട് ചോദിച്ചേ? ഇന്ന കുട്ടിയുടെ ഉമ്മ അല്ലേ? അതെ, ഇന്ന കുട്ടിയുടെ ഉമ്മാണ്. ഇന്നിപ്പോ നിങ്ങളുടെ പള്ളിയിലെ ഹൗലുണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാ നീ ഇപ്പൊ കോളാനാണ്. ഇതാ നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അൽ ഹുബ്ബു ലില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. അത് സ്വലാത്തിലൂടെയാണ്, നിസ്കാരത്തിലൂടെയാണ്. നിസ്കരിച്ചുകൊണ്ട് പടച്ചവനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടം വെക്കലാണ്. അതല്ലാതെ പടച്ചവനെ മതിമറന്നു പോയാൽ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടിയിട്ട് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നുള്ള ബാങ്കിന്റെ വഴി എന്റെയും നിങ്ങളുടെയും കരണപുരങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ ആ സമയം മുതൽ വഴിയോരത്തുകൂടി കടന്നുപോയാൽ, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് കടന്നുപോയാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. ഒന്നാമത്തെ സ്നേഹം പടച്ചവനോടാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയെന്നറിയോ? അത് നിസ്കാരത്തിലൂടെയാണ്. നിസ്കരിക്കാതെ നീ കടന്നു പോയാൽ എന്തിനാ നീ കടന്നു പോകുന്നത്? സുബഹിന്റെ സമയത്ത് കേൾക്കുകയാണ്. പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോഴാ ഹയ്യ അലസ് സ്വലാഹ് എന്ന് കേൾക്കുക. നിന്റെ തലയും കുറിച്ചിട്ട് ഓടിപ്പോകുന്ന പ്രിയപ്പെട്ടവരെ, എന്തേ പടച്ചവന് നിങ്ങളൊന്ന് മതിമറന്നു പോയത്? എന്തേ സുബഹിക്കൊന്ന് പള്ളിയിൽ കയറാതെ കച്ചവടത്തിന് വേണ്ടി പോയത്? ഇങ്ങനെ വരുമ്പോഴല്ലേ നമ്മുടെ കച്ചവടം പൊട്ടിപ്പോകുന്നത്, നമ്മുടെ ബിസിനസ് എല്ലാം നഷ്ടമാകുന്നത്, എല്ലാം പൊളിഞ്ഞു പോകുന്നത് അപ്പോഴാണ്. അള്ളാഹുവിനെ മറക്കുമ്പോ അള്ളാഹു നിങ്ങളെ മറക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രകരം വന്നു ചേരുന്നതാണ്. സഹോദരാ, ഈ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിലേക്കൊന്ന് വന്നു പോയപ്പോ അല്ലാ 2 ദിവസത്തെ വാഴാറ്. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞൊരു പാവപ്പെട്ടൊരു സഹോദരൻ, ഉസ്താദേ നാളെ എന്റെ വീട്ടിലാ നിങ്ങൾക്ക് ചെലവ്, നിങ്ങൾ കുറച്ചു നേരത്തെ കടന്നു വരണമെന്ന് പറഞ്ഞപ്പോ ഞാനതാ വളരെ നേരത്തെ കടന്നു പോവുകയാണ്. എന്തേ? അതാ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ ഉടൻ വാഴാണ്. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ ഉടൻ വാളാണ്. വാളിന് വേണ്ടി പോകാൻ ആഹാരം കഴിക്കാനിരിക്കുമ്പോ അല്ലാ ഈ സഹോദരൻ ഒരു കുട്ടിയുമായിട്ട് കടന്നു വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പൊന്നുമോനിക്ക് വേണ്ടി ദുആയിരക്കണേ, എനിക്ക് വേണ്ടിയിട്ട് ദുആയിരക്കണ്ട, എന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ദുആയിരക്കണ്ട, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദുആയിരക്കണ്ട, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനിക്ക് വേണ്ടി മാത്രം നിങ്ങളൊന്ന് ദുആയിരക്കോ. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? ഞാൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? ഇത് കളവല്ല പ്രിയപ്പെട്ടവരെ. എന്റെ കൂടെ വാഹനം ഓടിച്ച് എല്ലാ വാളിന്റെ വേദികളിലും എന്നെ കൊണ്ടെത്തിക്കുന്നത്
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് അവറുകളാണ് എന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ സഹോദര, അവിടുന്ന് ഈ പൊന്നു മകനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അപ്പോഴാണ് അവിടുന്ന് കുട്ടി അവിടുന്ന് സംസാരിക്കുന്നില്ല. 12 വയസ്സാ പ്രിയപ്പെട്ടവരെ പ്രായം, 12 വയസ്സാ പ്രിയപ്പെട്ടവരെ പ്രായം. ഈ കുട്ടി ആംഗ്യം കാണിക്കുകയാണ്. ബാപ്പയോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, മോനെ ബാപ്പയോടല്ലല്ലോ പേര് ചോദിച്ചിട്ടുള്ളത്, നിന്നോടല്ലേ. അതുകൊണ്ട് പറയുമോനെ നിന്റെ പേരെന്താണ്? അവിടുന്നതാ ഒരു കറട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. ആ പൊന്നുമോന്റെ ഉമ്മയാ. ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലങ്ങളായി. അല്ലാഹു നമുക്കൊരു സന്താന സൗഭാഗ്യം തന്നിട്ടില്ല. പക്ഷേ അതാ അങ്ങനെ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട്, ഒരുപാട് നേർച്ചകൾ നേർന്നിട്ട് ഒരു കുട്ടിയെ അല്ലാഹു നമുക്ക് തന്ന ഉസ്താദ്. പക്ഷേ ആ പൊന്നുമോനിക്ക് രോഗമാ, ആ പൊന്നുമോനിക്ക് വിഷമമാ, ആ പൊന്നുമോനിക്ക് ദുഃഖമാ. എന്തേ ദുഃഖമെന്നറിയോ? അവിടുന്ന് പ്രിയപ്പെട്ട ബാപ്പയോട് ചോദിച്ചു, എന്തേ പൊന്നുമോനിക്ക് വിഷമം സംഭവിച്ചത്? എന്തേ പൊന്നുമോനിക്ക് ദുഃഖം സംഭവിച്ചത്? അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, ഉസ്താദേ, എനിക്കൊരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, കുവൈറ്റിൽ എനിക്കൊരുപാട് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന 2 നില വീടുണ്ടല്ലോ, എന്റെ ഈ കിടക്കുന്ന വാഹനമുണ്ടല്ലോ, ഈ സമയത്ത് എന്റെ വീടല്ല, എന്റെ വാഹനമല്ല, എല്ലാം ഞാൻ വിറ്റുപറക്കിയിരിക്കുകയാണ്. എന്റെ ഇരിക്കുന്ന 12 വയസ്സുള്ള പൊന്നുമോനിക്ക് വേണ്ടി എല്ലാം വിറ്റുപറക്കി പോയി. ആകപ്പാട് വിഷമത്തിലാണ്, ദുഃഖത്തിലാ, നൊമ്പരത്തിലാ. അവിടെന്ന് പറയുന്നു, ഉസ്താദേ, അതാ ഒരുപാട് ദിവസങ്ങൾ ഞാൻ കടന്നു പോകുമ്പോ എത്രയോ പ്രാവശ്യം എന്റെ കർണപുടങ്ങളിലേക്ക് നിസ്കാരത്തിലേക്കൊന്ന് കടന്നതാടാ എന്നെ വിളിച്ചു. എന്റെ നാട്ടിൽ ഞാൻ പോയിട്ടില്ല, കുവൈറ്റിൽ ഞാൻ പള്ളിയുടെ മുമ്പിൽ കൂടി കടന്നു പോയാണ്. ഞാൻ എന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോയിട്ടില്ല. എന്റെ ബിസിനസ്സിൽ കടം വരുമോ, എന്റെ കച്ചവടത്തിൽ കടം വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി ആദരിക്കുന്നത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാതെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേൾക്കാതെ ഞാൻ കടന്നുപോയി. അതിന് അല്ലാഹു എനിക്ക് തന്നൊരു ശിക്ഷയാ. എന്തെന്നറിയോ ചെറുപ്പക്കാരാ? അവിടുന്ന് പൊന്നുമോന്റെ വായ പിടിച്ചൊന്നിറക്കി, നാക്കിന്റെ പകുതി വെച്ച് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. നാവിന്റെ പകുതി വെച്ച് മുറിച്ചു മാറ്റി. എന്തേ സംഭവിച്ചത്? വീട് വിറ്റു, കുവൈറ്റിലെ എല്ലാ കടകളും വിറ്റു. എന്നിട്ടും പൊന്നുമോനിക്ക് വേണ്ടി വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചു. എന്തേ ഇവിടെ സംഭവിച്ചത്? അല്ലാഹുവിന് മതിമറന്നു പോയപ്പോ ആ സഹോദരൻ തന്നെ പറഞ്ഞതാണ്, ഉസ്താദേ, എനിക്കത് കിട്ടിയതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന് മതിമറന്നത് കൊണ്ടാ. സമ്പത്തിന്റെ പിന്നാലെ ഈ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയില് പാറിപ്പറന്നുകൊണ്ട് പടച്ചവന്റെ പടപ്പുകളാവുന്ന ഞാനും നിങ്ങളും പാരിൽ പരിവർത്തനത്തിന്റെ പടവപ്പന് തീർക്കാട് കടന്നു പോയപ്പോ, ഉസ്താദേ, അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാറ്, അത് ഞാൻ ഏറ്റുവാങ്ങിയതാ. സഹോദര, പടച്ചവനെ മറന്നുപോയാൽ അല്ലാഹുവിന്റെ അദാബ് എപ്പോഴാ വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് ക്യാൻസർ വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് അറ്റാക്ക് വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് തീ വരുന്നതെന്നറിയില്ല, എപ്പോഴാ 2 കാലുകളും തളർന്നു പോകുന്നതെന്നറിയില്ല, എപ്പോഴാ 2 കൈകളും തളർന്നു പോകുന്നതെന്നറിയില്ല. കാരണം എന്തെന്നറിയോ? ഇന്നതാ മുക്കൊരു പള്ളിയല്ലേ സഹോദര, അല്ലാഹല്ലേ വിളിക്കുന്നത്. എന്തേ പോകാൻ നമുക്കൊരു മടിയായി പോയി. അതുകൊണ്ടല്ലേ അല്ലാഹു മാരകമായ രോഗം തന്നിട്ട്
എന്നെയും നിങ്ങളെയും അല്ലാഹു പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിക്കാം, ഒന്നാമത്തെ സ്നേഹം ആരോടെന്നറിയോ? ഖാലിഖായ അല്ലാഹ്. വഴിയോരത്തുകൂടി കടന്നു പോകുമ്പോ ഇന്നിപ്പോ റാത്തീവിന് വേണ്ടി വീട്ടിൽ വിളിക്കും, റാത്തീ പോതാൻ ആളുകളെ വിളിക്കും. എന്നാൽ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മായി, അല്ലാഹു ഹാദിരി. അല്ലാഹു എല്ലാ സമയത്തുമുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ അല്ലാഹു നമ്മളെ കാണുകയാണ്. പള്ളികളുടെ മിനാരങ്ങളിൽ കൂടെ ബാങ്ക് കേൾക്കുമ്പോ അതിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹു നമ്മളെ കാണുകയാണ്. അല്ലാഹു ഷാഹിദി. എല്ലാ കാര്യത്തിലും അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു മഈ. അല്ലാഹുവേ നിസ്കരിക്കാതെ പോയാൽ, അല്ലാഹുവേ ഒരാള് സലാം പറഞ്ഞിട്ട് സലാം അടക്കാതെ പോയാൽ അല്ല എന്നോടൊപ്പമുണ്ടല്ലോ. അല്ലാഹു ഇത് കാണുമല്ലോ. ലാ തഖുദുഹു സിനതു വലാ നൗം. അല്ലാഹു ഉറക്കമില്ല. ആയത്തുൽ കുർസി ഓതാറുണ്ട്, വെറുതെ ഓതിപ്പോയിട്ട് കാര്യമുണ്ടോ? ലാ തഖുദുഹു സിനതു വലാ നൗം. അല്ലാഹു ഉറക്കമില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദീനിന്റെ വേദിയിലിരിക്കുന്നവരെ അല്ലാഹു നിങ്ങളെ കാണുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്നേഹം ആരോടെന്നറിയോ? അൽ ഹുബ്ബു ലില്ലാഹ്. ഒന്നാമത്തെ സ്നേഹം അല്ലാഹുവിനോടാണ്. ഇത് പഠിപ്പിക്കുന്നത് അബ്ദുള്ള മന്നാനി ഉസ്താദൊന്നുമല്ല, പിന്നെ ആരാ ഇവിടെ ഉസ്താദുമാരോ ഷമീർ ദാരിമിയല്ല. ഒരിക്കൽ പോലും കളവ് പറയാത്ത ആദരവായ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലിക്കോളി സലാത്ത്. എന്തായാലും മടി ഉറക്കെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ സ്നേഹം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടോ, നിങ്ങൾ ഇതുണ്ടാക്കണ്ട, വണ്ടിമേൽ ഉണ്ടാക്കണ്ട. ഒന്നാമത്തെ സ്നേഹം അല്ലാഹുവിനോടാ. രണ്ടാമത്തെ സ്നേഹം ആരോടാ? ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാൻ, ആദരവായ റസൂലുള്ളാഹി. ഉറക്കെ സ്വലാത്ത് തന്നെ. പിന്നെ നമ്മൾ ഈ വിഷയം ഇവിടെ കണ്ട എന്താ വിഷയമുള്ളത്? ഒന്ന് ഉറക്കെ. മുഹമ്മദ് മുസ്തഫ. പുന്നാരെ തോഹാവേ പൂനബിയേ ആരംഭ പൂമാലയായ പൂവേ കരളിന്റെ നോവിനെ മാറ്റും പൂവേ അശറഫുൽ ഖൽഖായ പൊന്നോളിവേ ആമീന ബീവിതർ പൂമകനേ ആരംഭമേറുന്ന പൊന്നോളിവേ അളവറ്റ സ്നേഹത്തിൽ പാലോളിവേ കരുണക്കടലായ പൊന്നോളിവേ സ്നേഹം ചോരിയുന്ന വാകാതിലേ സൗഭാഗ്യമേറുന്ന പൂമണമേ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. രണ്ടാമത്തെ സ്നേഹം ആരോടെന്നറിയോ? അൽ ഹുബ്ബ്. ഒന്നാമത്തത് അല്ലാഹുവിനോടാണ്, രണ്ടാമത്തത് അൽ ഹുബ്ബു റസൂലില്ലാഹ്. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. പുണ്യ റബീഉൽ അവ്വൽ വരുമ്പോഴും മാത്രം ഉസ്താദ് ഒരുപാട് സ്വലാത്ത് ചൊല്ലി ഖുലൂ തക്ബീർ വിളിച്ച് തോരണങ്ങൾ കെട്ടി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമായിട്ടില്ല. ആദരവായ മുത്തുനബിനോടുള്ള സ്നേഹം അത് സദാസമയത്തും ഉണ്ടാകണം. എല്ലാ സമയത്തും, എപ്പോഴും, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും, എല്ലാ സമയത്തും. സ്നേഹം എങ്ങനെ നമുക്ക് മുന്നോട്ട് വെക്കാം? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് വ്യക്തമാക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട സയ്യിനു മജാലിസക്കും ബിസ്സലാത്തി അലയ്യ. നിങ്ങളുടെ സദസ്സുകളെ നിങ്ങൾ ഭംഗിയാക്കേണ്ടുന്നത് അത് എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടാണെന്ന് പുണ്യ പൂമാനെ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലേ, നിങ്ങളുടെ സദസ്സുകളെ നിങ്ങൾ ഭംഗിയാക്കണം സ്വലാത്ത് ചൊല്ലിയിട്ട്. നമ്മളൊന്നും എന്താ ജില്ല, നമ്മളിങ്ങനെ ഇരിക്കാറുണ്ട് അല്ലെ. എന്റെയും കൂടെ കഥയാണ്. നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കും. പണ്ടൊരു ഉമ്മ അവിടെ പോയി വാളാക്കാൻ വേണ്ടി പോയി.
അങ്ങനെയുള്ള കഥയല്ല ഇത്. നേരെ പോവാൻ വാള് വെക്കാൻ വേണ്ടിട്ട് പോകുമ്പോ കുട്ടിയോട് ചോദിച്ചു, മോളെ അള്ളാന്റെ ഹബീബിനെ കാണാൻ വല്ല വഴിയുണ്ടോ? അപ്പൊ കുട്ടി പറഞ്ഞു, ഉമ്മ എങ്ങനെ അള്ളാന്റെ ഹബീബിനെ കാണാ? അള്ളാന്റെ റസൂൽ വഫാത്തായി പോയില്ലേ, ഇനിയിപ്പോ കാണാനുള്ള വഴിയെങ്കില്ല. അപ്പോ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോളെ അള്ളാന്റെ ഹബീബ് ജീവിച്ചിരിപ്പുണ്ടെ കാണാമായിരുന്നല്ലേ? അതേ ഉമ്മ, പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റിയില്ല. അള്ളാന്റെ ഹബീബ് അവിടെ നിന്ന് പോയില്ലേ, ഇനി സ്വപ്നത്തിലൊക്കെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾ സലാത്തുല്ലിക്കോളി എന്ന് പറഞ്ഞു. ഇങ്ങനെ വാള് വെക്കാൻ വേണ്ടി പോയി. എവിടാ പോവാ? മലപ്പുറം തിരൂര് എന്ന് പറഞ്ഞെടുത്ത വാള് വെക്കാൻ വേണ്ടി പോയിരിക്കുക. രണ്ടുപേരും പോയിരുന്നു. ഉസ്താദ് വാള് തുടങ്ങി. വാതിനിടയ്ക്ക് ഉസ്താദ് പാട്ടുപാടി, ഇരു ലോകം ജയമണി നബിയുള്ള തിരൂരും വന്നേ. യാ അല്ലാ, ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ഉമ്മ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് പടക്കന ഒരു 3-4 ഇടിയാ. കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അള്ളാഹു ഉമ്മ മാതിരി ഇടിക്കുമെന്ന്. ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ വല്ലാണ്ട് ഇടിച്ചത്? അപ്പൊ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, മോളെ ഞാൻ എന്നോട് ചോദിച്ചു അള്ളാന്റെ ഹബീബിനെ കാണാൻ പറ്റുമോ? നീ പറഞ്ഞ് കാണാൻ പറ്റൂല, മുസ്തഫായ നബി തങ്ങൾ വഫാത്തായി പോയെന്ന്. പക്ഷെ വാള് പറയാൻ വന്നു ഉസ്താദ് പറഞ്ഞു അള്ളാന്റെ റസൂല് മലപ്പുറം തിരൂര് വരെ വന്നിട്ട് പോയെന്ന്. പടച്ചോ, ഇത് കേൾക്കുന്നതിന്റെ കുഴപ്പമാണ്. ഇതുപോലെ ആയിപ്പോകരുത് നമ്മൾ. ഷമീർ ദാരിം എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ കേട്ടു? അങ്ങനല്ല, നല്ല പോലെ കേട്ടോ. അതുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഒരു വഴി മുസ്തഫ നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത് എന്താണ്? അത് സ്വലാത്താണ്. സ്വലാത്താണ്. ആ സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാമെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കാൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഇന്ന ഫിൽ ജന്നതി ഷജറ തുസമ്മാ ഹൗലബ് വഅലൈഹാ അസ്മാർ. قال أبو بكر الصديق رضي الله تعالى عنه من يأكلها يا رسول الله؟ من سمع اسمي فصلى عليه فهو يأكلها. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇന്ന ഫിൽ ജന്നതി ഷജറ, അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നല്ലൊരു വൃക്ഷമുണ്ട്. ഹൗലബ്, അതിന്റെ പേര് ഹൗലബ് എന്നാണ്. അലൈഹാ അസ്മാർ, അതിനകത്ത് തിന്നാലും കൊതി തീരാത്ത ഫലങ്ങളുണ്ട്. ആര് കണ്ടാലും ഒന്ന് പറിച്ചു തിന്നാൻ മോഹിക്കുന്ന ഒരുപാട് ഫലവർഗ്ഗങ്ങൾ അതിനകത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മയ്യഅകുലുഹാ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അതിൽ നിന്ന് ഭക്ഷിക്കുന്നതാരാ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ സമിഅ സുമീ, എന്റെ പേരൊരാൾ കേൾക്കുകയാണ്. ഇതുപോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ ആദരമായ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ ആരാണ് എന്റെ പേര് കേൾക്കുന്ന ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ പറയുകയാണ്, മൻ സമിഅ സുമീ, എന്റെ പേരൊരാൾ കേൾക്കുകയാണ്. ഇതുപോലെയുള്ള വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ വന്നിരിക്കുമ്പോ ആദരമായ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ ആരാണ് എന്റെ പേര് കേൾക്കുന്ന ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ഫഹുവ യഅകുലുഹാ, അതിൽ നിന്നാണ് അവൻ ഭക്ഷിക്കും, അതിൽ നിന്നും അവൻ ഭക്ഷിക്കും. ഇത് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേർക്ക് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് സ്വർഗത്തിലേക്ക് പോയ ഒരുപാട് സ്വഹാബിമാരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേർക്ക് 1000 അല്ല 10000 സ്വലാത്തുകൾ ചൊല്ലിയിട്ട് സ്വലാത്തിന്റെ മന്ത്രധനുകൾ വാനം മുട്ട ഇങ്ങനെ പറപ്പിച്ചു വിട്ടിട്ട് രോഗങ്ങൾക്കൊന്ന് ശമനം ലഭിച്ചിട്ടുണ്ട്. അതാ ലോകങ്ങൾക്കൊന്ന് ശമനം ലഭിച്ചിട്ടുള്ള ഒരുപാട് സ്വഹാബാക്കൾ ലോകത്ത് കടന്നുപോയി. നിങ്ങൾക്കറിയോ സഹോദരാ, ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ആരാണ് അബൂബക്കർ ബഗ്ദാദി എന്നറിയോ? ഖസീദത്തുൽ വിത്രിയ എന്ന് പറയുന്ന നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ആ ഖസീദത്തുൽ വിത്രിയ രചയിതാവാണ്. അവിടുന്ന് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയാ. റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമാ. മുസ്തഫ നബി തങ്ങളുടെ മദീനയിലേക്കൊന്ന് പോകണമെന്ന് കൊതിവെച്ചിട്ട് ഒരുപാട് ദിവസമായി സന്തോഷത്തോടുകൂടി സ്വലാത്തുകൾ ചൊല്ലുകയാ, ആനന്ദത്തോടുകൂടി സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു വട്ടമല്ലല്ലോ, രണ്ട് വട്ടമല്ലല്ലോ, മൂന്ന് വട്ടമല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം സ്വലാത്തുകൾ ചൊല്ലി. എന്റെ ഈ സ്വലാത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ കനവിലോ നിലവിലോ സ്വപ്നത്തിലോ എങ്ങനെ ഒന്ന് കാണണമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അങ്ങനെ സ്വലാത്തുകൾ ചൊല്ലുന്ന അബൂബക്കർ ബഗ്ദാദി മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാൻ. യാ അല്ലാഹ്, അന്ന് അല്ലാഹുവിന്റെ ഹബീബ് ആ രാജ്യത്തുള്ള രാജാവിനോട് സ്വപ്നം കാണിച്ചു, ഇന്നതുപോലെ ഒരാൾ ഇവിടെ കടന്നു വരുന്നത്. ആ മനുഷ്യൻ വന്നാൽ എന്റെ റോലത്തോപ്പിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞു വിടരുത്. കാരണം അങ്ങനെ പറഞ്ഞു വിട്ടാൽ ഞാൻ എന്റെ റൗളയിൽ നിന്നും എഴുന്നേറ്റ് ആ മനുഷ്യനിക്ക് കൈ കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച, ബഹുമാനിച്ച, ആദരിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ നിങ്ങൾ പറഞ്ഞു വിടാൻ പാടില്ല. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി രാജാവ് പറഞ്ഞു, ഇന്നതുപോലെ ഒരാൾ വരും. ആ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടാൽ ഉറക്കെ സ്വലാത്ത് ചൊല്ലുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ വന്നാൽ നിങ്ങൾ മദീനയിലേക്ക് ആ മനുഷ്യനെ കടത്തിവിടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ആ മനുഷ്യനെ കടത്തിവിടാൻ പാടില്ല. യാ അല്ലാഹ്, എല്ലാരും അവിടെ നിന്ന് ഒരുങ്ങി, എല്ലാരും അങ്ങോട്ട് വളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യനതാ കടന്നു വരുന്നു. മുടിയെല്ലാം ജട പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേർക്ക് ഉറക്കെ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് കടന്നു വരികയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്, സലാമുകൾ പറയുകയാണ്. ഈ മനുഷ്യനെ കണ്ടപാടേ അതാ പാറാവുകാര് പറയുകയാണ്, എന്തേ നിങ്ങളുടെ പേര്? എന്റെ പേര് അബൂബക്കർ എന്നാണ്, ബഗ്ദാദിൽ നിന്ന് കടന്നു വരികയാ. നിങ്ങൾക്ക് ഇവിടത്തേക്കൊന്ന് കടക്കാ അനുവാദമില്ല. തിരിച്ചു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോ വേദനയോട്, ഗൽഗതത്തോട്, നൊമ്പരത്തോട്, ദുഃഖത്തോട്, ദുരിതത്തോട് തിരിച്ചു മടങ്ങുകയാണ്. തന്റെ പ്രേതവാദനത്തെ കാണാ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന് വിഷമം വെച്ചുകൊണ്ട് കടന്നു പോവുകയാ. രണ്ടാമത്തെ തവണയും കടന്നു വരികയാണ് മദീനയെ ലക്ഷ്യമാക്കി. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലേക്കാ കടന്നു വരിക. അപ്പോഴും പാറാവുകാര് പിടിച്ചിട്ട് പറയല്ല, നിനക്ക് പോകാൻ പറ്റില്ല, ഇവിടത്തേക്ക് നിന്നെ കടത്തിവിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ തിരിച്ചു പറഞ്ഞു വിടുന്നു. വിഷമത്തോടെ ഈ മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. അതാ മൂന്നാമത്തെ പ്രാവശ്യം എങ്ങനാ വരുന്നു എന്നറിയോ? ആ നാട്ടിലുള്ള ഏറ്റവും നല്ല നിപുണനായ ഒരു മനുഷ്യരെ വിളിക്കുകയാണ്, വിറകുവെട്ടുകാരനെ വിളിക്കുകയാ. വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, നിന്റെ വിറകുവെട്ടിന്റെ ഉള്ളില് എന്നെ ഒന്ന് കിടത്തിയിട്ട് മദീനത്തിന്റെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് എന്നെ വന്ന് കൊണ്ടുപോയാൽ എന്റെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ നല്ലതുപോലെ വെറുതെ വിട്ടുവെക്കുകയാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനെ കിടത്തുകയാ. എന്നിട്ട് തന്റെ തലയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഈ മനുഷ്യൻ ലക്ഷ്യമാക്കുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോഴാ പാറാവുകാർ ചുറ്റും നിൽക്കുന്നുണ്ട്. മനസ്സിലാകുന്നില്ല, ഒരു വിറകുകെട്ടുകാരനല്ലേ കടന്നു പോവുക, പിടിച്ചു നിർത്തണ്ടല്ലോ. മദീന അടുക്കാറായപ്പോഴേ വിറകെട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്വലാത്ത് കേൾക്കുകയാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അവിടുന്ന് പാറാവുകാര് പോലീസുകാര് ഈ മനുഷ്യനെന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ വിറകെട്ടൊന്ന് താഴെ വെക്കുമോ? വിറകെട്ട് താഴെ വെക്കുമ്പോ അഴിക്കാൻ പറയുന്ന സമയത്ത് അഴിക്കുമ്പോ അതിന്റെ ഉള്ളിലതാ കിടക്കുന്നതാരാ? അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ആ വിറകത്തിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പോലീസുകാര് പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിനക്ക് ഇവിടത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, തിരിച്ചു പോകാൻ വേണ്ടി എവിടെന്ന് പറഞ്ഞപ്പോ വേദനയോടെ ഗദ്ഗതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു മടങ്ങുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്നുള്ള കൊതിയോടെ, ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ കടന്നു വന്നിട്ട് കാണാ പറ്റിയില്ലല്ലോ അല്ലാഹ്. അവസാനം കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോട് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുകയാ. നമ്മളെ പോലെ 10 സ്വലാത്തല്ലല്ലോ, 20 സ്വലാത്തല്ലല്ലോ, 313 സ്വലാത്തല്ലല്ലോ, 4444 സ്വലാത്തല്ലല്ലോ, 6666 സ്വലാത്തല്ലല്ലോ, 1111 സ്വലാത്തല്ലല്ലോ, പിന്നെ എത്രയാ എണ്ണമില്ലാത്ത സ്വലാത്തുകൾ ചൊല്ലിയ മനുഷ്യനാര്. അവസാനം സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനമാകുന്ന ഈ റബീഉൽ അവ്വലിന്റെ ദിവസങ്ങളില്, ഈ റബീഉൽ അവ്വൽ മാസങ്ങളില് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനും ക്യാൻസർ പോലുള്ള രോഗം പിടിപെട്ടിട്ട് വേദനയോടെ പൊട്ടിക്കടയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളില്ലേ, അവരുടെ വിഷമങ്ങളെ മാറ്റാറ് കല്യാണത്തിന്റെ പ്രായമായിട്ട് കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ പ്രിയപ്പെട്ട ബാപ്പയുണ്ടായിട്ട് ആ പ്രിയപ്പെട്ട ബാപ്പാക്ക് രോഗമായതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ കഴിയാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കാറ് എന്റെ പ്രിയപ്പെട്ട സംഘാടകരൊന്ന് കടന്നു വന്നപ്പോ അത് സ്നേഹത്തിന്റെ കുളിരല്ലേ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമല്ലേ. ആദരവായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവരാരാൻ അവരെന്റെ പേർക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം, അവൻ പാവങ്ങളെ സഹായിക്കണം. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലുകയും പാവപ്പെട്ടവന്റെ വേദനയോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന 1000 അല്ല 10000 ആളുകൾ നമ്മുടെ ഈ പരിസരത്തുണ്ടാകാം. അവരുടെ വീടുകളിൽ നിങ്ങൾ പോകണം, അവരെ സഹായിക്കണം, അവരുടെ വിഷമങ്ങളെ മാറ്റണം. അവരുടെ കണ്ണുനീര് തുള്ളികൾ ഓരോന്നായി തുളച്ചു മാറ്റിയാൽ നിങ്ങളെപ്പോലെ സൗഭാഗ്യവാന്മാർ ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ചത് ഒരിക്കൽ പോലും കളവ് പറയാത്ത ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, ഈ വേദി അതിന്റെ വേദിയാണ്, പാവങ്ങളുടെ വേദിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേർക്ക് സ്വലാത്ത് ചൊല്ലുന്ന വേദിയാണ്. അതല്ലേ പറഞ്ഞത്,
ആരാണ് എന്റെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടോ അവന്റെ റൂഹ് ഞാൻ പിടിക്കും. ഏതുപോലെ അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദു അർവാഹൽ അംബിയ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ, അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ 10 സ്വലാത്ത്. അധികമൊന്നും വേണ്ട. 1000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല, 2000 ചെല്ലാൻ പറഞ്ഞിട്ടില്ല. 10 ചൊല്ലിക്കോളി. ഈ 10 ചൊല്ലിയാൽ അംബിയാക്കളുടെ റൂഹ് എപ്രകാരമാണോ പിടിച്ചെടുക്കുക, ഇതുപോലെയാണ് ആ 10 സ്വലാത്ത് ചൊല്ലിയ ആളിന്റെ റൂഹ് ഞാൻ പിടിച്ചെടുക്കുക നബിയെന്ന് ബഹുമാനപ്പെട്ട ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം. ഉണ്ടോ 10? ഇന്നിപ്പോ എത്ര ചൊല്ലി? നിങ്ങൾ എത്ര ചൊല്ലി? ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ് മാ അർഫഉ റഅസീ ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. നബിയേ, ആരാണ് അവിടുത്തെ പേർക്ക് 10 സ്വലാത്ത് ചൊല്ലുന്നത്? അന അസ്ജുദു ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പില് ഞാൻ സുജൂദിന് വീഴും നബിയേ. മാ അർഫഉ റഅസീ, എന്റെ തലയെ ഞാൻ റബ്ബിന്റെ കോടതിയിൽ നിന്ന്, അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ആരാണോ 10 സ്വലാത്ത്, ഇവിടെ നോക്കി, ആരാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ഏതൊരു പെണ്ണാണോ 10 സ്വലാത്ത് ചൊല്ലിയത്, ആ ചൊല്ലിയ സ്വലാത്ത്, ആ സ്വലാത്ത് ഒരു 10 പവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുവെന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂദിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. ഉറക്കെ പറയും, ബഹുമാനപ്പെട്ട മലക്ക് ഇസ്രാഫീൽ. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ. ഉറക്കെ പറയും, ഈ സദസ്സ് ദുആന്റെ സദസ്സാണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട്. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാകമാരുള്ള സദസ്സാൻ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ ആമീൻ പറഞ്ഞു. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വലാത്തുകൾ ചൊല്ലിക്കോളി. എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റുക? നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റുക? അള്ളാന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട്? ആ റസൂലുള്ളാഹിന്റെ പേർക്ക് നമ്മുടെ ജീവൻ കൊടുത്താലും, നമ്മുടെ സൗണ്ട് പോയാലും, അള്ളാന്റെ ഹബീബിന്റെ പേർക്ക് തൊണ്ട വെട്ടുന്ന രീതിയിൽ സ്വലാത്തിന്റെ പേരുകൾ ചൊരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സ്വർഗം ഉറപ്പാൻ. അത് പഠിപ്പിക്കുന്ന മറ്റാരുമില്ല. എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതിലേക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബി സല്ലല്ലാഹു. അതുകൊണ്ട് അത് വേണം കുറക്കെ ചൊല്ലിക്കോളി. അതിനു വേണ്ടി ഈ സദസ്സ്. وَإِذَا نُفِخَ فِي الصُّورِ أُخْرَى فَإِذَا هُمْ قِيَامٌ يَنظُرُونَ إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنسَانُ مَا لَهَا يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسِ أَشْتَاتًا لِيُرَوْا أَعْمَالَهُمْ فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ اقْتَرَبَ لِلنَّاسِ حِسَابُهُمْ وَهُمْ فِي غَفْلَةٍ مُعْرِضُونَ. മൂന്നെണ്ണോട് ഓതിയിട്ടുള്ളത്. ഒന്ന് ഖബർ, പിന്നെ ഓതിയിട്ടുള്ള 2 ആയത്തുകൾ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ? ഒരു മനുഷ്യൻ മരിച്ചു, ഈ ലോകത്തിൽ എല്ലാവരും മരിക്കാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ചു, എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. എല്ലാവരും മണ്ണിന്റെ അടിയിലാണ്. 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുന്നത് ആരെയെന്നറിയോ? 4 മലക്കുകളെയാണ്. നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ക്യാപ്റ്റന്മാരായ 4 മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണി?
നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ ക്യാപ്റ്റന്മാരാരൊക്കെയാ? പറയ്, പറഞ്ഞോളി, കുഴപ്പമില്ല, പറയ്. ബീരാൻകുട്ടിയാ? ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക്? നമ്മുടെ ഉമ്മമാര് പറയും.